ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങളിപ്പോൾ തമിഴിൽ കണ്ടുപോലെ അധികം ആൾക്കാർ സംസാരിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ അധികം സംസാരിക്കപ്പെടാത്ത എന്നാൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ചോദ്യമാണ് ചോദിക്കാനുള്ളത്. സോ നിങ്ങൾ എപ്പോഴെങ്കിലും അതായത് നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്ത് തീർക്കാനുണ്ട്, അത് ചെയ്ത് ആ ഒരു സമയത്തിനുള്ളിൽ തീർത്തില്ലെങ്കിൽ, ഇന്ന ഡെഡ് ലൈനുള്ളിൽ തീർത്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നമാകുമെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ അതറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യാതെ, അത് ഇനിഷ്യേറ്റ് പോലും ചെയ്യാതെ വീണ്ടും മേ ബി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, റീൽസ് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിലും അങ്ങനെ വേറെ ഒരു കാര്യമില്ലാതെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ അത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് റഷിൽ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? സോ അത് എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഉണ്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ട് എല്ലാം ഇങ്ങനെ വെച്ച് അവസാനം എന്തോ ചെയ്യും, എല്ലാം കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യും. ഫൈനലി ഞാൻ ചെയ്യും എങ്ങനെയെങ്കിലും, പക്ഷെ അത് അവസാനം നിമിഷത്തിൽ ആ റഷിൽ ചെയ്യുന്നതായിരിക്കും. സോ ആ എല്ലാ സമയത്തും ഞാൻ എൻ്റെ മനസ്സിൽ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് അറിയാമോ? ഞാൻ എന്തോ മടിച്ച്, ഏത് സമയവും ഞാൻ ഇങ്ങനെ നീട്ടി വെച്ച് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് ഞാൻ എന്തൊരു മടിച്ച്, മേ ബി മടി എന്നുള്ളത് നമ്മുടെ ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇത്രയും വർഷത്തിനുള്ളിൽ അങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഇത് ആക്ച്വലി ലേസിനെസ് തന്നെ ആവണമെന്നില്ല. ഇറ്റ് മൈറ്റ് ബി യുവർ ബ്രെയിൻ പ്രൊട്ടക്റ്റിംഗ് യു ഫ്രം സംതിങ് എൽസ്. അപ്പോൾ അതെന്താണെന്നറിയാം, ഇച്ചിരിയെങ്കിലും ഒരു ക്യൂരിയസ് ആയിരിക്കത്തില്ല നിങ്ങൾ? നമുക്ക് നോക്കിയാലോ എന്താണെന്ന്. എന്തിൽ നിന്നാണ് നമ്മുടെ ബ്രെയിൻ നമ്മളിങ്ങനെ ലേസിനെസ്സിലൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടാസ്ക്, മേ ബി ഒരു മെയിൽ അയക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയുന്നതോ, അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും വേണ്ട വെച്ചിട്ടില്ലേ, ഒരു ഹെസിറ്റേറ്റ് ആയിട്ടില്ലേ നിങ്ങളത് ചെയ്യാൻ പോകുമ്പോഴേക്കും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, അത് ശരിക്കും മടിയാണോ അതോ നിങ്ങൾക്കത് ചെയ്യാനുള്ള ഭയവും ഡിസ്കംഫോർട്ടും ആണോ? ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഹെസിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ ഡേഞ്ചർ സെൻസ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു സിംഹം ഓടിക്കാൻ വരുമ്പോഴുള്ള ആ ഒരു ഡേഞ്ചർ അല്ല, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഇമോഷണൽ ഡേഞ്ചർ. ഒരു കാര്യം ചെയ്താൽ അത് മേ ബി ആരെങ്കിലും എന്നെ ജഡ്ജ് ചെയ്യുമോ, അല്ലെങ്കിൽ ഞാൻ തോറ്റു പോവോ, ഞാൻ എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ അവസാനം അത് തോൽവിയിൽ ചെന്നെത്തുമോ എന്നുള്ള നിരന്തരമായ ചിന്തകൾക്കൊടുവിൽ വരുന്ന ആ ഒരു ഭയത്തിൻ്റെ പുറമെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാത്തത്, റൈറ്റ്? ഓക്കെ, ആക്ച്വലി ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ ബോഡി രണ്ട് രീതിയിൽ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അതൊരു ആക്സിലറേറ്റർ ചവിട്ടുന്ന പോലെ ആയിരിക്കും. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇപ്പം സ്റ്റുഡൻസ് ഒക്കെ നിങ്ങളുടെ എക്സാമിൻ്റെ സമയത്ത്, എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എല്ലാം ചെയ്യും. വീട് വൃത്തിയാക്കും. ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് ആണെങ്കിൽ അന്നായിരിക്കും കൂലങ്കൃഷ്ണമായ എല്ലാ ചർച്ചകളും നടക്കുന്നത്. ബിക്കോസ് വി ആർ റെഡി ടു ഡു എവറിത്തിങ് ബട്ട് നോട്ട് സ്റ്റഡിങ്. ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും. അപ്പോൾ അതൊരു ആക്സിലറേറ്റർ മോഡിലേക്ക് വരുന്നത് കൊണ്ടാണ് ആ സമയത്ത്. അല്ലെങ്കിൽ വേറെ സംഭവിക്കുന്നത് എങ്ങനെയാണ്, ചില സമയത്ത് നമ്മളുടെ ബോഡി പെട്ടെന്ന് പോസ് ആയി പോകും, ഫ്രീസ് ആയി പോകും. അതായത് ഒന്നും ചെയ്യാനുള്ള എനർജി ഇല്ല, ഈവൻ സ്റ്റാർട്ട് ചെയ്യാൻ പോലുള്ള എനർജി ഇല്ല. ആ സമയത്താണ് നമ്മൾ പറയുന്നത്, എനിക്ക് ഭയങ്കര മടിയാണ്, ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇതൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ ഈ രണ്ട് സിറ്റുവേഷനിലാവാനുള്ള ചാൻസാണ് ഡിസ്കംഫർട്ട് വരുമ്പോൾ വരുന്നത്. പലർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ലേസി ആയതുകൊണ്ടല്ല, പലപ്പോഴും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ സർവൈവൽ മോഡിലേക്ക് ആക്കുന്നത് കൊണ്ടാണ്. ഇത് ഒത്തിരി കാരണങ്ങളുണ്ട് ഇതിന്. പക്ഷെ പലപ്പോഴും, അതായത് ഒരുപാട് പേർക്കും അത് ചൈൽഡ്ഹുഡിൽ നടന്ന പല കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കും, ഏതൊരു സിറ്റുവേഷൻ ഡിസ്കംഫർട്ടായിട്ട് വന്നാലും അവരുടെ ബോഡി ഫ്രീസ് ആയി പോകും. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അവരുടെ ബോഡി ഷട്ട് ഡൗൺ ആയി പോകും, ഒരു ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആയി പോകും. ആൻഡ് അവരുടെ മനസ്സിലൊരു ഉറച്ച വിശ്വാസമുണ്ട്, ഞാൻ എന്ത് ചെയ്താലും എത്രയൊക്കെ പരിശ്രമിച്ചാലും ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല, ഞാൻ ഈ സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കും എന്നുള്ളത്. അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ജസ്റ്റ് ഒരു 5% ബാറ്ററിയിലായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഫോണിന് 5% ബാറ്ററി ഉള്ളൂ, അപ്പോൾ അത് ഫുൾ ഡേ ലോങ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? സെയിം തന്നെ നമുക്കും നല്ലൊരു എനർജിയിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്നാലേ നമുക്ക് ഫുൾ എനർജി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർക്ക് ആക്ച്വലി എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവരുടെ ലേസിനെസ് അല്ല, ഈ ഒരു ഇമോഷണൽ എക്സോഷൻ കാരണം അവർ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം അവരെ താഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഹൗ ടു ബ്രേക്ക് ദിസ് സൈക്കിൾ, അതാണല്ലോ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് 10 സോഴ്സസ് റെഫർ ചെയ്തിട്ടാണ്, അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് റീറൈറ്റ് യുവർ സ്റ്റോറി. ഞാൻ ലേസിയാണ്, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഞാൻ എത്ര ശ്രമിച്ചാലും ഞാനിത് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പകുതി വെച്ചത് നിർത്തും എന്ന് പറയുന്ന സമയത്ത് പറയുക, എൻ്റെ ബോഡി ഓൾറെഡി പാസ്റ്റ് എക്സ്പീരിയൻസിലൂടെ എല്ലാം ഒത്തിരി കടന്നു പോയിട്ടുണ്ട്, അത് ഓവർവെൽംഡ് ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്.
കാരണം നമുക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മളെല്ലാവരും വലിയ വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത്. മറ്റേ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുറോളം കിട്ടുള്ളൂ എന്നുള്ളതൊക്കെ കേട്ട് വളർന്ന നമ്മൾക്ക് വലിയ വലിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ കണ്ടിന്യൂ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ഏതൊരു ഗോൾ ആണെങ്കിലും, ഹെൽത്ത് ആണെങ്കിലും, വെൽത്ത് ആണെങ്കിലും, എന്താണെങ്കിലും വലിയ വലിയ ലക്ഷ്യങ്ങളിലെത്താൻ അത്രയ്ക്ക് സമയമെടുക്കും. അപ്പോൾ അത് എത്താത്ത സമയത്ത് നമ്മൾ നമ്മുടെ എനർജി എല്ലാം പോയിട്ട് എന്തിനാണ് ഞാനിത് തുടങ്ങിയത്, വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു പോകും. പക്ഷേ നമ്മൾ ഓരോ സ്റ്റെപ്പും, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഒരു മെയിൽ അയക്കണം, ആ ഒരു മെയിൽ അയക്കുന്നത് പോലും അല്ലെങ്കിൽ അതിനുവേണ്ടി ലാപ്ടോപ്പ് തുറക്കുന്ന പോലും ഒരു സ്മോൾ വിന്നായിട്ട് കരുതുക. ആൻഡ് ഓരോ കാര്യങ്ങളും ഒരു കുഞ്ഞു കാര്യം അക്കംപ്ലിഷ് ചെയ്താൽ പോലും നിങ്ങളെ തന്നെ നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ളതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുക. നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പ് റിച്വൽസ്. അതായത് കൂടുതൽ നമുക്ക് ഏത് വർക്കാണോ ചെയ്യേണ്ടത് അതിനുവേണ്ടി ഒരു കുഞ്ഞ് എൻവയോൺമെൻറ്റ് തയ്യാറാക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡീപ് ബ്രീത്തിങ്ങിലൂടെ 2 മിനിറ്റ് ഡീപ് ബ്രീത്തിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ പഠിക്കാനുള്ള ആ ഒരു ടേബിളൊക്കെ നല്ലപോലെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എസ്തെറ്റിക്കലി എല്ലാം അലങ്കരിച്ച് വെക്കാം. ഒരു ക്യാൻഡിൽ കത്തിക്കാം. നിങ്ങൾക്ക് എന്ത് വർക്കാണോ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങൾക്ക് ഇഷ്ടം ചെയ്യാൻ എന്താണോ അതുമായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വെക്കുക. സോ നമുക്ക് അങ്ങനെ ചെയ്തു വരുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സ്ലോ മ്യൂസിക് വെച്ചു, ക്യാൻഡിൽ കത്തിച്ചു ആൻഡ് ഒരു ഡീപ്പ് ബ്രീത്തിങ് ചെയ്തു. അങ്ങനെ ഞാൻ ഡെയിലി ഒരു 1 വീക്കിലേക്ക് ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ബ്രെയിൻ പറയും ഓക്കെ ദിസ് ഇസ് ദ ടൈം ഫോർ സ്റ്റഡി. അതായത് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പല്ല് കേൾക്കുന്നവരാണെങ്കിൽ ലൈക്ക് അത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. അത് നമ്മുടെ ബ്രെയിൻ ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, രാവിലെ എണീക്കുക, പല്ല് തേക്കുക, മുഖം കഴുകുക എന്നുള്ളത്. സോ അത് നമുക്ക് എപ്പോഴും ഒരു റിച്വലായിട്ട് നമുക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു 2-3 കാര്യം ആദ്യമേ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ബ്രെയിൻ തരും. പറയാൻ പോകുന്നതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം, നോട്ടീസ് യുവർ പാറ്റേൺസ്. അതായത് ഇത് നിങ്ങളെ ജഡ്ജ് ചെയ്യാനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ക്യൂരിയസ് ആവുക. ഓരോ വട്ടവും മാറ്റി വെക്കുന്ന സമയത്ത് എന്തിൻ്റെ പേരിലാണ് മാറ്റി വെക്കുന്നത്? മേ ബി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ജിമ്മിൽ പോകാനായിട്ട് മടിയായിരിക്കും, പക്ഷേ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ നിങ്ങൾക്ക് ഒരു മടിയും കാണത്തില്ല. മേ ബി ജിമ്മിൽ പോകാൻ മടി കാണിക്കുന്നത് അത് തുടങ്ങിയാൽ എനിക്ക് നല്ല ബോഡി കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഞാനതിപ്പം മേ ബി ഒത്തിരി മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ ആൾക്കാർ ജഡ്ജ് ചെയ്താലോ, ഞാൻ സില്ലി ആയിട്ട് തോന്നിയാലോ എന്നൊക്കെയുള്ള ആ ഓരോ തോട്ട്സിൽ നിന്നായിരിക്കും. പക്ഷെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങുന്നതിൽ ഇങ്ങനത്തെ ഒരു തോട്ട്സും വരുന്നില്ല. സോ നിങ്ങൾ ചെയ്യാത്തതിൻ്റെ കാരണം, അതിൻ്റെ പിന്നിൽ ഇമോഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് മനസ്സിനോട് പറയുക ഇറ്റ്സ് നോട്ട് അബൌട്ട് ലേസിനെസ്, ഇറ്റ്സ് അബൌട്ട് ദിസ് പർട്ടിക്കുലർ ഇമോഷൻ. ഓക്കെ, സോ ലെറ്റ് മീ ഹാൻഡിൽ ദിസ്. അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഫൈനൽ വൺ എന്ന് പറയുന്നത് സെൽഫ് കമ്പാഷൻ. പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫോണിന് കുറച്ച് ചാർജേ ഉള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും, അതുകൊണ്ട് പ്ലഗ് ചെയ്ത് വെക്കും അല്ലെ, ചാർജിനിടും. അപ്പോൾ അത് ചാർജ് ആവും, നിങ്ങൾ വീണ്ടും യൂസ് ചെയ്യും. പക്ഷേ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചാർജ് ഇല്ലാതെ അൺമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളോട് ഇച്ചിരി ഹാർഷായിട്ട് പെരുമാറാറ് പതിവ്. നമ്മൾ പറയും ഞാനെപ്പോഴും ഇങ്ങനെ, എന്നെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, എപ്പോഴും ലേസിയാണ്, എപ്പോഴും മടിച്ചിങ്ങനെ ഇരുന്നോളും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ മനസ്സിലാക്കുക യുവർ ബോഡി ടു നീഡ് റെസ്റ്റ്. പക്ഷേ റെസ്റ്റ് എന്ന് പറയുന്നത് ക്വിറ്റിങ്ങിന് തുല്യമല്ല. അപ്പം പറയുക നമ്മളുടെ ബോഡിക്കും മൈൻഡിനും റെസ്റ്റ് വേണം. മേ ബി ഞാനൊരു 15 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കും, അതിനുശേഷം ഐ വിൽ സ്റ്റാർട്ട് അഗെയിൻ. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കേട്ട് കഴിഞ്ഞ് ഒരു ഇച്ചിരി മോട്ടിവേഷനെങ്കിലും വന്നാൽ എനിക്ക് സന്തോഷം. പക്ഷേ അങ്ങനെ കിട്ടുന്ന മോട്ടിവേഷൻ അത് അധികം നാൾ നിൽക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവം. കാരണം ഞാനൊരു വീഡിയോ കണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ മോട്ടിവേഷൻ പോകും. ബിക്കോസ് മോട്ടിവേഷൻ മോസ്റ്റ്ലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട്സ് കാണുമ്പോഴാണ് നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. അതാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് ഒരു 1% അല്ലെങ്കിൽ ഒരു 0.1% ആയിരിക്കും നിങ്ങളുടെ ഗോളിലേക്ക് എഫേർട്ട് ഇടുന്നത്. പക്ഷെ മതി, ഒന്നുമില്ലാത്തതിൽ നിന്നും എത്രയോ ബെറ്റർ ആണ് ആ ഒരു 0.1%. നിങ്ങൾ ആദ്യം തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയാൽ തന്നെ വലിയൊരു റിസൾട്ട് ഉണ്ടാവും. പക്ഷെ അതിൽ കൂടി ഇച്ചിരി കൂടി ആഡ് ചെയ്ത് വന്നാൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടാവുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. സോ കുറേ വീഡിയോസ് കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കാതെ കുഞ്ഞതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്മോൾ വിൻസ് എല്ലാം എൻജോയ് ചെയ്യുക, ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുക. ഓൾസോ എപ്പോഴും ഓർക്കുക, ഹീലിംഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ്പീരിയൻസസിലൂടെ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സോ എപ്പോഴും നിങ്ങൾ പോസിറ്റീവ് ആൾക്കാർക്ക് ചുറ്റും ഇരിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈവൻ വളരെ കുഞ്ഞു കാര്യമാണ്, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുന്നത് പോലും നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ റീവയർ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. നെക്സ്റ്റ് ടൈം നിങ്ങളെ കാണുകയാണോ ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ വെറുതെ ലേസി ആയിട്ടിരിക്കുന്നതായിട്ട് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ബോഡിക്കും മൈൻഡിനും കെയർ വേണം, കമ്പാഷൻ വേണം. മേ ബി ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചിനുള്ള ടൈം ആയിട്ടുണ്ട് എന്ന സത്യം മനസ്സിലാക്കുക. സോ യു ആർ നോട്ട് ലേസി, യു ആർ റെസിലിയൻറ്റ്. എവറി സ്റ്റെപ്പ് ദാറ്റ് യു ടുക്ക് ഈസ് എ പാർട്ട് ഓഫ് ദാറ്റ്, ഈസ് എ പ്രൂഫ് ഓഫ് ദാറ്റ്.
സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ ഞാൻ പറഞ്ഞ പോലെ മോർ ദാൻ ലൈക്ക് നല്ലതായിരുന്നു എന്ന കമൻസിനെക്കാട്ടി കൂടുതൽ എനിക്ക് കേൾക്കാൻ ഇഷ്ടം ഞാൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കാണ് സംസാരിക്കേണ്ടത് എന്നുള്ള കമൻസ് ആണ്. വെയിറ്റിംഗ് ഫോർ ദാറ്റ് ആൻഡ് ബൈ.